വെൽക്കം ടു അമ്മായിസ് കിച്ചൻ. അസ്സലാമു അലൈക്കും. എനിക്ക് ഇവിടെ കുറച്ച് നാടൻ മത്തി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അത് കറി വെക്കാൻ പോവുകയാണ്. ഈ പോസ്റ്റ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇടുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് താളിക്കാൻ വേണ്ട സാധനങ്ങൾ: കുറച്ച് വെന്തയം, ഒരിത്തിരി പെരിഞ്ജീരകം, ഇത്തിരി നല്ല ജീരകം, കുറച്ച് പുളി, പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്ത് 2.5 സ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ളതായതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. വേറെ പാക്കറ്റ് പൊടികളൊന്നും ചേർക്കുന്നില്ല. അതിന് ശേഷം കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് കറി ഇനി അങ്ങനെ താളിക്കുന്നത് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. നാടൻ രീതിയിലുള്ള കറിയാണ് വെക്കുന്നത്. മൺചട്ടിയിലാണ് വെക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ മൺചട്ടിയിലല്ലേ വെക്കുക. അതുകൊണ്ട് നമുക്ക് മൺചട്ടിയിൽ തന്നെ വെച്ചാൽ മീനിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമുക്ക് ആദ്യം മൺചട്ടി കഴുകി വൃത്തിയാക്കി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കുക. വെളിച്ചെണ്ണ കുറച്ചൊഴിച്ച് നന്നായി ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് സാധനങ്ങൾ ചേർക്കാം. ഫസ്റ്റ് നമുക്ക് വെന്തയം, ജീരകം, പെരിഞ്ജീരകം എല്ലാം എണ്ണ ചൂടായതിന് ശേഷം അതിലിടാം. മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം പച്ചമുളക്, വലിയ ഉള്ളി, ചെറിയ ഉള്ളി രണ്ടും മിക്സ് ചെയ്ത് ഇടുക. എന്നാൽ തന്നെ കറിക്ക് ടേസ്റ്റ് വേണ്ടുള്ളൂ. 2 സൈസ് ഉള്ളിയും മിക്സ് ചെയ്ത് ഇടുക. ഇത് നന്നായി വഴങ്ങി വരട്ടെ. അതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തക്കാളി ഇടാം. ഉള്ളി വഴങ്ങിയിട്ടുണ്ട്, തക്കാളി ഇടാം. ഇതെല്ലാതും നന്നായി വഴങ്ങി വരുമ്പോൾ കുറച്ച് ഉപ്പിടാം. വേഗം വഴങ്ങാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞമ്മത്തി ആയതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. മൺചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതുപോലെ എല്ലാവരും നോക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും കാണണം. അതിന് ശേഷം നമുക്ക് വഴങ്ങിയതിന് ശേഷം നമുക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം.
ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്ര മാത്രം തന്നെ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായി എണ്ണയിൽ മൂത്ത് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ കിടന്ന് തന്നെ ഇത് മൂക്കണം. മൂത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചാറ് നല്ല എണ്ണ പോലെ മേലാകെ നിൽക്കും ചുവപ്പ് കളറിൽ. അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. കുറച്ച് പുളി ഊറാനിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് പുളി ഒഴിക്കാം. ഞാൻ കുറച്ചും കൂടെ പുളി ഒഴിക്കാം. ഇത് നന്നായി മുളക് മണം പോകുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് കലക്കി മീനിടാം. നല്ല നാടൻ മത്തിയാണ് ഗൈസ്, അതുകൊണ്ട് മൺചട്ടിയിൽ വെക്കണതുകൊണ്ട് സൂപ്പറായിരിക്കും. നമ്മുടെ മീൻ കറി ഇവിടെ മുളക് മണം പോയിട്ടുണ്ട്. നമുക്ക് തിളച്ച് നമുക്ക് നല്ല തേങ്ങ ഒഴിക്കാം. തേങ്ങ അരച്ച് വെച്ച ഒരു മുടിയാണ് തേങ്ങ, ഒരു മുടി തേങ്ങയാണ്. കുറച്ച് ചേർത്തിനുള്ളൂ, അല്ലെങ്കിൽ ഒരുമാതിരി കട്ടിയാകും ചാറ്. അതിനുശേഷം മീൻ കൊട്ടാം. ഇത്രയേ ഉള്ളൂ മീൻ കറിക്ക് വേണ്ട സാധനങ്ങളും ഇതും. ഗൈസ്, കാണാൻ എങ്ങനെയുണ്ട് ഞങ്ങളുടെ മീൻകറി? അടിപൊളിയല്ലേ? സൂപ്പറായിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയായിരിക്കും. അതിനുശേഷം 2 തണ്ട് കറുകപ്പല വാസനയ്ക്ക് ഇടുക. മീൻ കറി ഇവിടെ റെഡിയാകുന്നുണ്ട്. തിളച്ചാൽ നമുക്ക് നിർത്താം. ഗൈസ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല നാടൻ രീതിയിലുള്ള മീൻ കറിയാണ്. ഇങ്ങനെ വെച്ചാൽ മൺചട്ടിയിൽ സൂപ്പറായിരിക്കും. വെളിച്ചെണ്ണയായിരിക്കും ഒഴിക്കേണ്ടത് പ്രത്യേകിച്ചും. ഇഷ്ടപ്പെട്ടാൽ അത് കൂടാതെ വേറൊരു കറി കൂടെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് തേങ്ങയില്ലാതെ മുളക് കറിയാണ്. ഇതിന് വേണ്ടത് മുളക്, തക്കാളി, പച്ചമുളക്, ഉപ്പ്, പുളി ഇതെല്ലാം ഞങ്ങൾ അരച്ചിട്ടാണ് വെക്കുന്നത്. ഇതിനെ ആദ്യം താളിക്കുകയില്ല ഗൈസ്. അതിനുശേഷം ഞങ്ങൾ മീൻ കൊട്ടും. മീൻ ഇട്ട് റെഡിയായതിനു ശേഷം ഇത് നന്നായിരിക്കും ഇങ്ങനെ വെച്ചാൽ. ഇതിന് തേങ്ങയില്ലാത്ത കറിയാണ് ഗൈസ്. വെറും മുളക്, പുളി പറയുന്നതിന് ഞങ്ങൾ ഇതും നന്നായിരിക്കും കറിക്ക്. ഇതിന് തേങ്ങ ചേർത്തില്ല, മല്ലിപ്പൊടി ചേർത്തില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഈ മുളക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുളക് കറി, ഇതും റെഡിയാണ് ഇപ്പോൾ ഗൈസ്. 2 കറിയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും. നാക്കിൽ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് കാണുമ്പോൾ തന്നെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.